ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയം. ഇന്ന് മൈ കോളേജ് ഡേയ്സിൻ്റെ വേറൊരു വീഡിയോയാണേ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിർത്തിയത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ റാഗിങ് അങ്ങനെ കാര്യമായിട്ടില്ല എന്നായിരുന്നല്ലോ. അപ്പം തീർച്ചയായിട്ടും സെക്കൻഡ് ഇയറിൽ റാഗിങ് ഉണ്ട് ഞങ്ങൾ ബാക്കി എല്ലാ സീനിയേഴ്സും സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, ഫോർത്ത് ഇയേഴ്സ് താമസിക്കുന്ന സീക്കോ ഹോസ്റ്റലിലായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ഇയർ. അപ്പം എല്ലാവരെയൊക്കെ റാഗിങ്ങിന് വിളിക്കുമ്പോഴത്തേന് എനിക്കെപ്പോഴും സങ്കടം, അയ്യോ എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം ആ സുദിനം വന്നെത്തി. അവർ സീനിയേഴ്സ് എന്തിനോ മേളിൽ വന്നപ്പോഴത്തേന് എങ്ങനെയോ ഞാൻ അവരുടെ കണ്ണിൽപ്പെട്ടു. അപ്പം 7 മണിയാകുമ്പം താഴെ ഇന്ന ചേച്ചിയുടെ റൂമിൽ വന്നേക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് പറഞ്ഞാൽ റാഗിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. വല്ലവരെയും ചെയ്യാനല്ല, എനിക്ക് നേരിടുന്ന റാഗിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴത്തേന് കുളിച്ചൊക്കെ ഒരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ട് ചെന്ന് ആ ചേച്ചിയുടെ റൂമിൽ ചെന്നപ്പോഴത്തേന് നമ്മളത്രയും പേരെ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവരുടെ ക്ലാസ്സിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ആ റൂമിൽ. ഒരു കുഞ്ഞു റൂം. ചെന്ന് പേര് ചോദിച്ചു, അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പ്രൊഫഷണൽ ഡാൻസർ ഒന്നും അല്ലെങ്കിലും 3-4 സ്റ്റെപ്പൊക്കെ ഇട്ട് നമ്മൾ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ചേച്ചിമാർക്ക് വേണ്ട ആ ഒരു എലമെൻ്റ് അവിടെ കിട്ടുന്നില്ലല്ലോ. അതായത് പേടി, ഇച്ചിരി പേടിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരെല്ലാം റാഗ് ചെയ്യുന്നത്. നേരത്തേന് ചേച്ചിമാർ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിനക്കെല്ലാം സിമ്പിളല്ലേ, നീ മൂക്കൊണ്ട് ഇക്ഷ വരച്ചോളാൻ പറഞ്ഞു. അപ്പം നിലത്ത് അപ്പം ഇരുന്നു മൂക്കൊണ്ട് ഒരു ഇക്ഷ വരച്ചു. വരച്ചു കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു ചേച്ചി, നല്ലതായിരുന്നു, ഒന്നും കൂടെ ചെയ്യണമെന്ന് അങ്ങോട്ട് ചോദിച്ചു. ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും കൂടെ മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചു. എന്നിട്ടും ആ ഒരു എലമെൻറ്റ് വന്നിട്ടില്ല ഇതുവരെ. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറഞ്ഞേ, ഒരു അസൈൻമെൻ്റ് ഒക്കെ തന്നു വിട്ടു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് എഴുതി ഇന്ന ചേച്ചിയുടെ റൂമിൽ എത്തിക്കണമെന്നൊക്കെ പറഞ്ഞു. ആ സെക്കൻഡ് ഇയർ റാഗിങ് പിരിച്ചു വിട്ടു. ഇതിപ്പം പറയാനായിട്ട് വന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വോയിസ് മെയിൽ അയച്ചു. അപ്പം അവൾ പണ്ടത്തെ കാര്യം, അവൾ ഈ അന്ന് റാഗിങ്ങിലുണ്ടായിരുന്ന ഒരു ചേച്ചി അവളോട് സംസാരിച്ചത്രേ. നേരത്തേന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേന് എൻ്റെ കാര്യം കൂടെ പറഞ്ഞപ്പം അവൾ എന്തൊരു പെണ്ണാന്ന് ഇങ്ങനെ ചോദിച്ചെന്ന്. അപ്പം നമുക്ക് അവിടുത്തെ എന്നുള്ള റെസ്പോൺസ് നമുക്കറിയത്തില്ലല്ലോ. നമുക്കിതുവരെയും സീനിയേഴ്സ് എന്താണ് നമ്മളെ പറ്റി കരുതിയിരുന്നത്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് നമുക്കറിയത്തില്ല. നമ്മൾ ചെയ്ത കാര്യം മാത്രമല്ലേ അറിയത്തുള്ളായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് ഒത്തിരി കസിൻസൊക്കെ ഉണ്ട്, ചേട്ടായിമാരായിട്ടും ഒക്കെ ഒത്തിരി കസിൻസ് ഉണ്ട്. അപ്പം അവരുടെ അടുത്തു നിന്നൊക്കെ പയറ്റി നിന്നത് കൊണ്ടായിരിക്കണം എനിക്കങ്ങനെ ഒരു റാഗിങ് അത്ര ഭീകരമായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് കാണാനും പറ്റത്തില്ല. ഞാൻ അതിനെ ഒരു നല്ല രീതിയിലാണ് അത് എടുത്തത്. അങ്ങനെ ആയിരുന്നു സെക്കൻഡ് ഇയറിലെ ഒരു റൗണ്ട് ഓഫ് റാഗിങ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് മീ അല്ലെങ്കിൽ മെസ്സേജ് മീ, ഞാൻ അത് തിരുത്താൻ നോക്കാം കേട്ടോ. ബൈ.